إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 79ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മാ അസ്വാബക മിൻ ഹസനത്തിൻ, നബിയെ താങ്കൾക്ക് ബാധിക്കുന്ന, മിൻ ഹസനത്തിൻ നന്മയിൽ നിന്നും യാതൊന്ന് നബിയെ താങ്കൾക്ക് ബാധിക്കുന്നതായാൽ ഫമിനല്ലാഹ്, അപ്പോൾ അത് അല്ലാഹുവിങ്കൽ നിന്നാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വിശ്വാസ പ്രമാണങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബിയെ യാതൊരു നന്മയും താങ്കൾക്ക് ബാധിക്കുന്ന യാതൊരു നന്മയും ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാകുന്നു. വമാ അസ്വാബക, ഇനി താങ്കളെ ബാധിക്കുന്ന യാതൊന്ന്, മിൻ സയ്യിഅത്തിൻ, തിന്മയിൽ നിന്നും താങ്കളെ ബാധിക്കുന്ന യാതൊന്ന്, ഫമിൻ നഫ്സിക, അത് താങ്കളിൽ നിന്നു തന്നെയാകുന്നു, സ്വന്തത്തിൽ നിന്നും തന്നെയാകുന്നു എന്നാണ്. അതായത് മനുഷ്യരുടെ ദുഷ്പ്രവർത്തനങ്ങൾ മൂലമാണ് എല്ലാ സയ്യിഅത്തും ബാധിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലും അല്ലാഹു തിന്മ അല്ലാഹുവിലേക്ക് ചേർത്ത് പറയില്ല. അതേസമയം തിന്മ സൃഷ്ടിക്കുന്നത് അല്ലാഹു തന്നെയാണ്, നന്മ സൃഷ്ടിക്കുന്നതും അല്ലാഹു തന്നെയാണ്. മുൻ ആയത്തിൽ വിശദീകരിച്ചതുപോലെ നന്മയും തിന്മയും അല്ലാഹുവിങ്കൽ നിന്നുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സൃഷ്ടാവ് അല്ലാഹു ആകുന്നു. അതേസമയം ആ പ്രവർത്തനം നോക്കൂ നിങ്ങൾ, നന്മയുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്നു നന്മ. അതേസമയം തിന്മ മനുഷ്യരുടെ ദുഷ്പ്രവർത്തനങ്ങളിലേക്ക്, ദുഷ്ചെയ്തികളിലേക്കാണ് ചേർത്ത് പറയുന്നത്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ഹക്കായ അഖീദ. ഇതാണ്, അത് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്. വ അർസൽനാക ലിന്നാസി, നബിയെ താങ്കളെ നാം അയച്ചത്, ലിന്നാസി, ആ ജനങ്ങളിലേക്ക് അയച്ചത്, റസൂലൻ, റസൂലായിട്ടാണ് അയച്ചത്. വഖഫാ ബില്ലാഹി ഷഹീദ, അല്ലാഹു മതിയായവനാണ്, അല്ലാഹു തന്നെ മതിയാവണം. ഷഹീദൻ, സാക്ഷിയായി അല്ലാഹു മതിദാനും, എല്ലാ കാര്യത്തിനും സാക്ഷിയായി അല്ലാഹു മതി. അല്ലാഹു കൃത്യമായി എല്ലാം കാണുന്നവനാകുന്നു, കേൾക്കുന്നവനാകുന്നു, അറിയുന്നവനാകുന്നു. അതുകൊണ്ട് അല്ലാഹു എല്ലാത്തിനും സാക്ഷിയായി അല്ലാഹു മതിയായവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.